ഈ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒരു വലിയ ചർച്ച കേരളത്തിൽ നടക്കുന്നതാണ്. ഇന്ന് ന്യൂസ് 18 ഒരു വാർത്ത, കണ്ണൂരിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് KPC അധ്യക്ഷന്റെ വീട്ടിലെ കന്നിമൂലയിൽ നിന്ന്, കന്നിമൂലയൊക്കെ ഉപയോഗിക്കാമെന്ന് വാക്കുന്നില്ല, പക്ഷേ അവിടെ നിന്ന് ഇത്തരത്തിൽ തകിടുകൾ കുഴിച്ചെടുക്കുന്നു, കൂടോത്രമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ അതിനകത്തുണ്ട്, അദ്ദേഹത്തിന്റെയും രാജ്ഭവൻ MPയുടെയൊക്കെ. ഞാനെതിന്റെ വിശദാംശങ്ങളൊന്നും അറിഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടു. എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പ്രതികരിക്കാൻ യോഗ്യനായ ആള് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. കാരണം അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും സഹനേതാവുമായ KPCC പ്രസിഡന്റ് ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായിരിക്കും നല്ലത്. അത് അദ്ദേഹത്തിന് പറയാൻ ബാധ്യതയുണ്ട്. അതില് ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഈ കാര്യം ചോദിച്ചത് ഇന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എക്സൈസ് മന്ത്രി ചോദിച്ചു, അതിൽ വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. എങ്ങനെ പ്രകടിപ്പിക്കാതിരിക്കും? എനിക്കിപ്പോൾ വീണ്ടും അസ്വസ്ഥത തോന്നുകയാണ്, ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കണം, നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നത്? ഏത് ദുർമന്ത്രവാദത്തിന്റെ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? എന്തിലാണ് നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് എന്ന്? ഭരണഘടനയിലാണോ അതോ ദുർമന്ത്രവാദത്തിലാണോ? നിങ്ങൾ നിങ്ങളുടെ സംഘടനയിലും രാഹുൽ ഗാന്ധിയിലുമാണോ വിശ്വാസം അർപ്പിക്കുന്നത് അതോ ദുർമന്ത്രവാദിയുടെ കരുത്തിലാണോ? ഞങ്ങൾ ചോദിച്ചു, അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അന്വേഷിച്ചിട്ട് വ്യക്തമാക്കിയാൽ മതി. ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഏത് നൂറ്റാണ്ടിലാണെന്ന് അദ്ദേഹം ആവശ്യത്തിന് സമയമെടുത്ത് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി.